വെടിവെച്ചോട്ടെ റെഡി ഇട്ടോ ഞാനൊന്ന് ജസ്റ്റ് go boys, let's go. Unnecessary ping വേണ്ടേ വണ്ടി മാത്രം ഒരു വണ്ടി ഇവിടെ അവര് അങ്ങോട്ട് പോണല്ലേന്നാ പറയുന്നത്. കോള് കേട്ടെ മേലെ ഇറങ്ങി കുറച്ച് താഴത്തേക്ക് അവിടെ ഈ ഒറ്റ വണ്ടീനെ കണ്ട ഇവനെടുത്തേ ഈ ഒറ്റ വണ്ടി പിങ്ങില് അവനൊന്ന് പാനിക് ആക്കുക. പക്ഷെ അവരുടെ അടുത്ത് പോണ്ട നൈസടാ അവന്റെ അനങ്ങത്തില്ലത്. ഒപ്പരം പോയി അവിടെ കുത്തുന്നാണ്. ഒപ്പരം പോയി കുത്തിക്കോ. ഇവന്മാരെ 3 വണ്ടി ഒപ്പരം ഇല്ല. അവന്മാരെ അവിടെ കുത്തുന്നുണ്ട കുത്തി അടി പ്ലക്കി വിട്ടേക്ക് കുണ്ണാളാ. കുത്തുവാണേ കുത്തിയടി കുത്തിക്കോ ഒന്നും നോക്കണ്ട. എടാ ഇറങ്ങി അടി 4 അടുത്തവണേ ചൂടവണേ എടാ ആ പച്ചതല പുണ്ടശനെ പിടിച്ചോണേ. എല്ലാ കുണ്ട വണ്ടി ഉണക്കണവൻ തെണ്ടിയോടെ നടക്കണ്ട അടിയണവനെയൊക്കെ ഇടിച്ചല്ലേ അത് റിപ്പയറിൽ ഒരു വണ്ടി ഉണ്ട്. ഈ വണ്ടി ആരുടെയാണോ? എടിക്ക് രണ്ടൊരു കണ്ടെടുത്ത് അയ്യോ ബോഡിയൊക്കെ പോണ്ടായിരുന്നു. എന്താ കറിയണായിരുന്നു കഴിവേറി വിഷയം മക്കളെ വിഷയം തൊലിക്കാൻ ചോദിച്ചാ
കൊടുത്തില്ലേ ഹാപ്പി കൊടുത്തില്ലേ ഓനെ കൊന്ന കഴിഞ്ഞില്ല കഴിഞ്ഞില്ല ആ കുണ്ണാള് കൊരങ്ങനെ അടി കുടിച്ചാളഞ്ഞില്ലേ കേട്ടോ വീശിയാ 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 എല്ലാരും വിഷയം കിടിലനേടാ കിടിലനേടാ കിടിലങ്ങളി മലരെ നമ്മുടെ വണ്ടി ഉണ്ട് പക്ഷെ നമ്മള് കൊതം വിളിച്ചിട്ടൊക്കെ കൊതം കവച്ച് വെച്ച് കൊടുത്തു കവച്ച കീറി അവന്റെ കേറ് പൊളിയാ ഉണ്ണാള എല്ലാ കഴപ്പും കഴിഞ്ഞ് സത്യം പറയാ ഒരു സന്തോഷം. ഒരാടി വന്ന് 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 കേറാൻ പറ 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 ഹോക്കി പറ പറ പുണ്ടച്ച മക്കൾ എന്താ വെച്ചാ പറ പച്ചക്കറതാ ഇല്ല. ഇന്ന് പോലും ഞാൻ ഇവന്മാരുടെ അടുത്ത് പറഞ്ഞത് ബാർ കഴിഞ്ഞിട്ട് ആരും ബാർ ചാറ്റിലോ ഇല്ല അവന്മാരുടെ അടുത്തോ പോയി കൊണയടിക്കല്. നോർമലി ബാർ കഴിഞ്ഞാൽ ഒരു ജീജി ഇട്ട് അങ്ങോട്ട് മാറിപ്പോവുക, അതായിരുന്നു നമ്മുടെ പ്ലാൻ. എന്നിട്ട് ഈ കുണ്ണകള് ഒരു പ്രീവാർ ആള് കുറഞ്ഞ് നമ്മൾ പോയി ജയിച്ചപ്പോ അവന്മാരുടെ കൊണ എന്ത് പറഞ്ഞു തുടിക്കെ പ്ലക്കുന്നോ ഇപ്പൊ പ്ലക്കി വിട്ടു. എടാ കുണ്ണകള നിങ്ങൾ ഇനിയിപ്പോ എത്ര റിക്രൂട്ട്മെന്റ് എടുത്താലും നമ്മൾ ഇത്ര ആൾക്കാർ മതി നിങ്ങൾ അടിക്കാൻ, മനസ്സിലായോ കുണ്ണകളെ? നിങ്ങൾ ഇതിലും കഴിവില്ല, ഇപ്പോഴും കഴിവില്ല നിങ്ങൾക്ക്. സത്യം നമ്മളെ ഡൗൺ ടൈമിലായിട്ട്, മനസ്സിലായോ? ഈ ഡൗൺ ടൈമിൽ പോലും ഒരു കുണ്ണ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പോഴും, മനസ്സിലായോ? സെവനൊക്കെ ഏത് കാലം? സെവനൊക്കെ കഴിഞ്ഞ് കാലം കുറേ. എനിക്കറിയത്തില്ല. സെവനപ്പൊക്കെ മാറി, ക്രിസ്ത്യാനൊക്കെ മാറി, മെസ്സിയായി, പത്തങ്ങാണ്ടായി. ഒരൊറ്റ സർജി നിന്റെ തന്തയുടെ അണ്ടി പിടിച്ച് ഊമ്പിക്കോട്ടിട്ടാ മനസ്സിലാവും. ഈ ആവുമ്പോ പറയും, മനസ്സിലായി. കെവിൻ ലീഡറിനെ പറഞ്ഞിട്ട് അവൻ മര്യാദ കിടക്കുന്നത് കൂടെ. പിന്നെ വേറെ എഴുതി വെച്ചോ, ഇനിയും വരും, ഇനി അങ്ങോട്ട് വരും. നീ നോക്കിയിരുന്നോ, വെയിറ്റ് ആക്കി കേട്ടോ. നിനക്കുള്ള നമ്മളൊന്ന് ഓക്കെ, മറ്റേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ എന്താ പോവാതിരുന്ന കൂടി മറ്റേ സാധനം ഇത്രയും കാര്യം നിങ്ങൾ പറഞ്ഞിട്ടാ വരായിരുന്നേ. അതും കൂടി ജോണി മാനുവൽ നമ്മുടെ ഒരു വാക്ക് തന്നായിരുന്നു, നമ്മൾ അവിടെ അടുത്ത് പോകണ്ട, ആ ഒരു നല്ല രീതിക്ക് തന്നെ നിൽക്കാം എന്നുള്ള രീതിക്ക്. ആ രീതിക്കാണ് നമ്മൾ ഇന്നത്. നിർബന്ധം അവന്മാരൊക്കെ നിർബന്ധം. അതും അല്ലാതെ ഇങ്ങോട്ട് ഇന്ന് വന്നിട്ട് പോലും ഞാൻ കോട്ടന്റെ അടുത്ത് പറഞ്ഞു, വിടറ കോട്ടറെ നമുക്ക് സംസാരിക്കാൻ വെടിവെക്കില്ലെന്ന് ഞാൻ എന്റെ ഗ്യാങ് മെമ്പറുടെ അടുത്ത് പറഞ്ഞാണ് നിർത്തിയത്. എന്നിട്ട് ഞാൻ വിചാരിച്ച് നോർമലി പ്രീവാർ ജയിച്ചാലും തോറ്റാലും ജീജിട്ട് മാറുകയാണ്. എന്നിട്ട് ഈ കുണ്ണകൾ എന്ത് പ്ലക്കും. അല്ലല്ല ഓക്കെ ഓക്കെ, നീ ലൈവ് പറയാണോ ഇത്? അതൊന്നും പറയണ്ട. അല്ല അല്ല അതൊന്നുമില്ല ഞാൻ പറയുന്നത്. അടിക്കണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞാണ്, മര്യാദക്ക് സംസാരിക്കാനും വന്നേ. കൂടെ ഉള്ളവരുടെ അടുത്ത് തന്നെ എടാ അടിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതായതാ. നീ പറയാനുള്ള പറഞ്ഞു കോട്ടെ, നീ പറയാനുള്ള ഒറ്റയ്ക്ക് എന്താ കൊണ്ടുപോയതില്ല. കോട്ടെ നീ നിന്നെ അത്രയും കളിയാക്കില്ല. നീ എത്ര പിക്ക് എടുത്ത് എന്നോട് ആദ്യത്തെ ഈ പ്രീവാറില് എല്ലാത്തിനും പണ്ടിക്ക് പോയി നോക്ക്. എടാ ഇന്ന് വള്ളി എടുക്കാൻ വന്ന ലോലൻ കുണ്ണെ, നീ SRI വന്നാലും കെവിയിൽ അടിക്കാൻ പറ്റത്തില്ല. നിന്റെ പറി പിടിച്ച HF വന്നാലും നീ അടിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇൻവിൻസിബിൾ ഫയലില്ല കാര്യമുള്ള മോനെ. നീ മലയല്ല, മലേന്റെ അച്ഛനെ പോയി പിടിച്ചാലും ജസ്റ്റ് ടു ഈസി, മനസ്സിലായില്ലേ? നീ കുണ്ണി വയലിട്ടിരുന്നു. കണ്ടോ കോട്ടറിന്റെ PO കൂടെ നിങ്ങൾ കണ്ടിട്ട് പറ. കോട്ടറിന്റെ POയും കൂടെ നീ കണ്ടോ? എത്ര പേരാണ് ഇവനോട് എടുത്തത്? അല്ലാതെ കിട്ടിയില്ല.
5 4 എത്ര പേരാ ഒറ്റയ്ക്ക് അടിച്ചത്? എത്ര പേര്? അതൊന്ന് ബാക്ക് അടിച്ചേ, ഒന്ന് ബാക്ക് അടിച്ചേ. അല്ല ഒരു മിനിറ്റ്, ഇതല്ല ലാസ്റ്റ് എടുത്ത പിക്ക്. അതല്ല ഇത് നോക്കിക്കോട്ടോ അവന്മാരെ, ഇത് 1v 2 3 എന്നല്ലേ ഇത് നോക്കിക്കോട്ടോ. ഇവനെ അടിക്കുന്ന എത്ര പേരാ നോക്കിക്കോട്ടോ ഇവിടുന്ന്. ഇവിടുന്ന് സത്യം പറഞ്ഞ SRS KVL SRS ക്വാർട്ടറാ നടന്നത്. എന്നിട്ട് അവനെ അല്ല നോക്കി പണ്ടേ ഉള്ളവന് ഒരു പേരുള്ള മങ്കി ഹണ്ടർ ആണ്. ക്വാർട്ടർ ട്രാക്ക് തരിച്ചു കയറും. പവറില്ല ഇവിടെ ഇല്ലാത്തൊരു എനർജി വരും. അത് ചെന്ന് കയറി കൊടുത്ത അവൻ എണ്ണാക്കി വിട്ടു കോട്ടറിന്റെ. എന്നാലും ഞങ്ങൾ പറഞ്ഞിട്ട് നീയൊക്കെ ഉണ്ടാക്കിയത് കൊണ്ട് ഇത്രയും ദേഷ്യം ഉള്ള കാര്യം പറയാലോ. ലീഡറിനെ വലിച്ചിടുന്നത് അതല്ല, നമ്മുടെ അടുത്ത് നിന്നിട്ട് 25 പേരില് 14 പേര് ബാക്കിയുണ്ടാ. യുമാർക്ക് ഇത്രയും കഴിവേ ഉള്ളൂ എന്നുള്ള രീതിക്ക്. നമ്മള് വാറിൽ എത്ര പേരുടെ ബാക്കി ഉണ്ടായിരുന്നെ? ഞാൻ സ്വന്തം ടീം അടിച്ചു വന്നു, എന്നെ വണ്ടി അടിച്ചു വന്നെ. ബാക്കി ആരൊക്കെ അവരുടെ ഇവന്മാർക്കുണ്ടല്ലോ പ്രീവാറിൽ വണ്ടി അടിച്ചിട്ട് ആണ് ഇവന്മാര് ഊമ്പിയത്. വണ്ടി അടിച്ചിട്ട് കുണ്ണാക്ക് 15 vs 15 പോലും മര്യാദക്ക് പിടിച്ചു. ഓക്കെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇവിടെ നേരത്തെ ഒരു കമന്റ് വന്നായിരുന്നു, നീയൊക്കെ കൂടെ ഇപ്പോഴത്തെ കേവിയുടെ പേര് പഴയ ആൾക്കാർ നല്ല രീതിയിൽ കൊണ്ട് ഇപ്പൊ അങ്ങനെ ഒരു കമന്റ് വന്നായിരുന്നു. മറ്റേ കമന്റില് ബീഫ് എന്ന് പറയുന്നത് മറ്റേ ബീഫാണോ? ബീഫല്ല ഇത് കിങ് കോഹ്ലി, ഇത് കിങ് കോഹ്ലി. ബീഫു എന്ന് പറഞ്ഞ പുണ്ടച്ചിയോട് പറഞ്ഞ എടാ കുണ്ണ നിങ്ങളെ മാസ് മാത്രം ഡിസ്പാനിൽ അടിച്ചു പോയ ഞങ്ങൾ അടിക്കുന്ന അടി പോയാൽ മതി. മനസ്സിലായോ? നമുക്ക് ആയിട്ട് കളിക്കാൻ പറ്റത്തില്ല. അത് അവൻ പറഞ്ഞു. അല്ലല്ല, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. കക്കാശിയുടെ നേരത്തെ കമന്റിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞ. ഞങ്ങള് ഇവിടെ ഇരിക്കുന്നത്, ഞങ്ങൾ കേൾക്കുന്നത് അവര് പറയുന്ന കാര്യം മാത്രമായിരിക്കും. ഓക്കെ, അവരെന്താണോ പറയുന്നത് അത് തന്നെ ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യത്തുള്ളൂ. പിന്നെ ഇപ്പൊ കളിച്ചത് അവരെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിപ്പോ ഏത് ഗ്യാങ്ങാണെങ്കിൽ ഞങ്ങൾ കളിക്കും, അത്രേ ഉള്ളൂ. നോക്കി വെച്ചോ. ഇത് വ്യൂവേഴ്സിന് വേണ്ടി ഞാൻ കാര്യം പറഞ്ഞുതരാം. സംഭവം ഞങ്ങളിപ്പം ലൈക്ക് കുറെ ബ്രേക്ക് എടുത്തതിന് ശേഷമാണ് ഞങ്ങളിപ്പോ തിരിച്ചു വരുന്നത്. ഓക്കെ, ഒന്നാമത്തെ കാര്യം ഞങ്ങൾ ഇത് അതൊക്കെ എല്ലാവരും സെറ്റ് ആയി വരുന്നേ ഉള്ളൂ. അതിന്റെ കൂടെ തന്നെ നമുക്ക് ആളുടെ എണ്ണം കുറവാണ്, നമുക്ക് കൗണ്ട് കുറവാണ്. നമുക്ക് ഇനീഷ്യലും പ്രീവാർ ഒന്നും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. കാരണം അതല്ല, നമുക്ക് ലൈക്ക് അതിനുള്ള പ്ലേയേഴ്സ് ഇല്ല ഇവിടെ, മനസ്സിലായോ? അപ്പം നീ മര്യാദയ്ക്ക് ഒരു ഫെയർ ഫൈറ്റ് വന്നു കഴിഞ്ഞാൽ നിന്നെ കൊണ്ടൊന്നും പറ്റത്തുമില്ല. അത് വേറെ കാര്യം. എപ്പോഴും വന്നാലും പറ്റത്തില്ല. എപ്പോഴും വന്നാലും നിനക്ക് പറ്റത്തില്ല ഫെയർ ഫൈറ്റ് ആണെങ്കിൽ. പക്ഷെ നമുക്ക് പ്രീവാറിനൊന്നും പിടിച്ചിരിക്കാൻ ആളില്ല. അതിന് നമ്മള് റിക്രൂട്ട്സ് എടുക്കും, അതിന് ശേഷം നമ്മള് പ്രീവാറിനൊക്കെ അടിച്ചോളാം. പക്ഷെ അങ്ങോട്ട് വന്ന് അടിച്ചോളാം, ഒരു പ്രശ്നമില്ല. അതെ, ഇപ്പൊ നമുക്ക് അതിനുള്ള ആളില്ല പ്രീവാർ ഒന്ന് അടിച്ചു ജയിക്കുക. അതുകൊണ്ടാണ് നീ പ്രീവാറിന്റെ സർട്ടിഫിക്കറ്റ് അങ്ങ് വെച്ചോ, മനസ്സിലായോ? അല്ലല്ല, അത് ഇവരോട് മാത്രമല്ല അറിയുള്ളൂ, ബാക്കിയുള്ള എല്ലാത്തിനോട് പറയാനുള്ളൂ. വേറെ കുറെ ഇതേപോലെ ഡിസ്മാൻഡിൽ കോപ്പ് എന്ന് പറഞ്ഞ കളിയൊക്കെ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ എല്ലാത്തിന്റെ അടുത്തോട്ടും വരും. ഒന്നിനും വെറുതെ വിടില്ല, നോക്കണ്ട. ബ്രേക്കിലുള്ള ഗ്യാങ്ങിന് അടിക്കാനാണോ നിനക്ക് ഇത്ര ബുദ്ധിമുട്ട്? അൾട്രോടെ ബ്രേക്ക് അല്ല, നിൽക്കുന്ന ഗ്യാങ്ങിന് അടിക്കാൻ 6 വർഷമായില്ലടാ അന്നും ഇന്നും സെയിം റിസൾട്ട്. ഞാൻ എന്തൊക്കെ വിളിച്ചിട്ടുണ്ട് അതോ നീയൊക്കെ പറഞ്ഞതിനുള്ളതാ, അത്രേ ഉള്ളൂ. കോഹ്ലിയുടെ ബാൻഡ് എണ്ണം കുറവാന്ന് കേട്ടെ. പേരിന് മാത്രം ലീഡർ ഉണ്ടാക്കിയ ചെറിയ ഗ്യാങ്ങന്മാരോ കഴിഞ്ഞോട് പറയും, അധികം പറയിപ്പിക്കണ്ട നീ ഒന്നും. ലീഡറിനെ പറയുന്നവര് അവന്റെ കഴിവില്ല, അവനെ ഇറക്കി വിട്ടു. മീറ്റിങ്ങിന് അല്ലല്ല എടാ പൃഥ്വി, മീറ്റിങ്ങിന് പോയിരുന്നപ്പോ ഞാൻ ഓങ്ങി വെച്ചാ സെർജിയോയ്ക്ക് അവന്റെ സിറ്റുവേഷൻ എങ്ങനെ ഉണ്ടായെന്ന് അറിയണമെന്ന്. കാർ ഇടിച്ച തൊലിക്കൂ നിന്റെയൊക്കെ പുതിയ റിക്രൂട്ട് ഇല്ലേ, അവന്മാര് മുമ്പിയാണ് ഫസ്റ്റ് പറഞ്ഞ മെഴുകി. പുതിയ വാണങ്ങളുണ്ട്. ദേവക്കുണ്ണ അവനേതാ ഒരു വാറ് പോലെ ജയിക്കാത്ത കുണ്ണൊക്കെ ഒന്ന് ചാറ്റി കൊടുക്കും. നീ ഒരു 10 റിക്രൂട്ട് കൂടി 6 വർഷമായില്ലേ ഒരു വാറ്. അത് വാറെടുക്കാൻ വേണ്ടിയല്ല, കൊല വെട്ടാൻ വേണ്ടി റിക്രൂട്ട് എടുത്താ മിണ്ടാണ്ടി. എന്തോ എടുത്ത് വെട്ടാനാ
കൊരകന് പേരടിച്ചാൻ വേണ്ടിട്ട് എടുത്തേ. നീ